ഞാനിങ്ങനെ ചുരം കേറി അങ്ങ് പോന്നാ വയനാടേക്ക്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള പദ്ധതികളൊന്നുമില്ല. വെറുതെ ഒരു ചേഞ്ചിന് വീട്ടിലിരിക്കുമ്പോ ഒരു റിസോർട്ട് പോയിട്ട് ഒരു 2 ദിവസം താമസിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടീന്ന് വണ്ടി എടുത്തിട്ട് ഒരു 9:30 ആകുമ്പോ ഇറങ്ങി. ഇവിടെ ഒരു 12:30 ആകുമ്പോ എത്തി കേട്ടാ. എൻ്റെ വീട്ടീന്ന് ഏകദേശം ഒരു 104 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ദൂരം. വയനാട് തിരുനെല്ലി അമ്പലത്തിൻ്റെ വളരെ അടുത്താണ് ഈ ഒരു റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടുന്ന് ഒരു 800 മീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക് നടക്കാൻ. അപ്പം അങ്ങനെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തി. ചെക്കിൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് വാട്ടർമെലൺ ജ്യൂസെല്ലാം കുടിച്ചിട്ട് നേരെ വിട്ടു എൻ്റെ കോട്ടേജിനകത്തേക്ക്. കയ്യോടെ പോയിട്ട് ബാഗെല്ലാടെ സൈഡിലാടെ വെച്ച് ഇതാണ് എൻ്റെ കോട്ടേജ്. അപ്പം ഫുഡ് അടിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കോട്ടേജെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കോട്ടേജ് നമ്പർ 125 അതാണ് എൻ്റെ നമ്പർ. ഇവിടുത്തെ റൂംസിനായാലും കോട്ടേജിനായാലും ഒരു പ്രത്യേകതയുണ്ട്. ഒന്നിലും എ സിയും ഇല്ല, ഒന്നിലും ടി വിയും ഇല്ല. ഇതിൻ്റെ ഒന്നും ചുമര് പ്ലാസ്റ്റർ ആയിട്ടുള്ളത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടല്ല പോലും. എന്തോ ഒരു ടൈപ്പ് മണ്ണ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് അധികമുണ്ട്. പിന്നെ വയനാട് നല്ല തണുപ്പാണല്ലോ. പിന്നെ ടി വി ഇല്ലാത്തത്, ടി വി കണ്ടിട്ട് റൂമിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളെപ്പോലത്തെ ആളുകൾ ഇവിടെ വരുന്നത്. ഇറങ്ങി നടക്കാനല്ലേ. അതുകൊണ്ടാണ് പോലും ടി വി ഇല്ലാത്തത്. പിന്നെ വാഷ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്, ഒരു ബാത്റൂമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ബെഡിൽ ഇങ്ങനെയെല്ലാം ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാ അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ കിടക്കുന്നതിന്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു രസമുണ്ട്. അപ്പം അങ്ങനെ വന്നപാട് കുറച്ച് സാലഡ് ഓർഡർ ചെയ്തേ. ആ സാലഡ് കഴിച്ചിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങോട്ട് വെച്ച് പിടിച്ച്. എന്നിട്ട് ആദ്യം തന്നെ ഇവിടുന്നൊരു ലെമൺ കൊറിയാണ്ടർ സൂപ്പാണ് കുടിച്ച് തുടങ്ങിയത് കേട്ടോ. ലെമൺ കൊറിയാണ്ടർ സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം എൻ്റെ മുമ്പിലേക്ക് എത്തി. ഗീ റൈസ് ഉണ്ട്, പനീർ മാംഗോ കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, സ്റ്റാർട്ടർ ആയിട്ടായിട്ടൊരു ക്രിസ്പി ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, സാലഡ് ഉണ്ട്. അപ്പം അങ്ങനെ ആദ്യം തന്നെ കഴിച്ചു തുടങ്ങിയത് ഈ ക്രിസ്പി ചിക്കൻ എന്ന് പറഞ്ഞ ഈ സാധനം. ഇതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ കുറച്ചൊരു ക്രിസ്പി ടെക്സ്ചറിലാണ് ആ ചിക്കന്. അപ്പോൾ അതൊരു 3, 4, 5, 6, 7 സ്പൂൺ കഴിച്ചതിന് ശേഷം ഗീ റൈസ് പതുക്കെ കുറച്ച് കുറച്ചായിട്ട് തട്ടിയിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടേ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ചിക്കൻ കറി വെച്ച്. പിന്നെ ആ മാംഗോ പനീർ എന്ന് പറഞ്ഞിട്ടില്ലേ, വെജിറ്റബിൾ കറിയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് പനീറും ഒരു പീസ് മാംഗോ ഇങ്ങനെ കോരിയിട്ട് ആ ഗീ റൈസിൻ്റെ ഏകദേശം ഈ സൈഡിലായിട്ട് അങ്ങോട്ട് അവിടെ വെച്ചാൽ. രാവിലെ വീട്ടിൽ നിന്ന് വിട്ട ശേഷം ഒരു വസ്തു കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടേ. അങ്ങനെ ചിക്കൻ പീസിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ കറിയെല്ലാം കൂട്ടി വെച്ച നെയ്ച്ചോറില്ലേ, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങി കേട്ടോ. നല്ല ഉഷാർ നെയ്ച്ചോറ്. ഇനി ഭയങ്കരമായിട്ട് വിശന്നുകൊണ്ട് തോന്നുന്നതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ആ ചിക്കൻ കറിക്ക് ഒരു തനി നാടൻ ചിക്കൻ കറീൻ്റെ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു നാടൻ ചിക്കൻ കറി കഴിക്കുന്ന അതേ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അതിന്. നെയ്ച്ചോറ് ഒരു പ്ലേറ്റും കൂടെ പറയേണ്ടി വരുന്നാന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ അധികം റൈസ് കഴിച്ചാൽ ശരിയാവില്ല, കുടലെല്ലാം ചാടും. അതുകൊണ്ട് ഞാൻ എങ്ങനെയല്ലോ കടിച്ചമർത്തിയിട്ട് ഒരു ആട്ടപ്പൊറോട്ട ഓർഡർ ചെയ്തു. ആട്ടപ്പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ ദാൽ ഫ്രൈയും പറഞ്ഞു. ആട്ടപ്പൊറോട്ട ഇടി ആക്കുന്നതല്ല എന്നാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടേരം തോന്നുന്നത്. അവർ പാക്കറ്റ് മറ്റേ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് ആക്കുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ ആട്ടപ്പൊറോട്ടയും ദാലും ചിക്കൻ പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച്. പിന്നെ ഒരു ഫുൽക്കി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ആട്ടപ്പൊറോട്ടയും 2 ഫുൽക്കിയും കൂടെ കഴിച്ച്. ഫുൽക്ക ഭയങ്കര ചെറുതാണ്. അതിന് ശേഷം ചെറിയൊരു കപ്പിൽ കുറച്ചും കൂടെ ഗീ റൈസ് വാങ്ങിച്ചിട്ട് ഗീ റൈസ് ചിക്കൻ കറി വീണ്ടും കഴിച്ചിട്ട് ഒരു ബത്തക്ക ജ്യൂസ് കുടിച്ചിട്ട് അവസാനം ഈ സാലഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഷെഫ് വന്നിട്ട് ചോദിച്ചു, ഒരു ഡെസേർട്ട് ഉണ്ട് എൻ്റെ സ്പെഷ്യൽ, അതെടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അതാണ് ഈ ഷാഹി തുക്ട. ബക്കലോട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് വരെ എൻ്റെ പാൻറ്റ്, ഞാൻ ഇട്ട പാൻറ്റ് കുറച്ച് ലൂസാണ്. ഇപ്പം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ബെൽറ്റ് ആങ്കിൽ എടുത്തിട്ടുമില്ല. ഇതിപ്പം കുടുക്കാറ്റം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും ഇക്കൂറുകൂടി ഇങ്ങ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ബോൾ കളിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ എങ്ങനെയല്ലോ വയറിലിങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് നേരെ ഇതിൻ്റെ അകത്ത് ഒരു തൂക്കുപാലമുണ്ട് ഈ റിസോർട്ടിൻ്റെ അകത്ത്, അങ്ങോട്ടേക്ക് പോയാൽ. അങ്ങനെ പോകുമ്പോൾ ഇതാടെ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. പിന്നെ നമ്മൾ ഈ ഒരു ഫോളോവറും സബ്സ്ക്രൈബറിലും ഉണ്ട് ഇവിടെ ഈ റിസോർട്ടിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഈ റിസോർട്ടിൻ്റെ അകത്ത് കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട്, അതെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്നെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോയാൽ. ഇതെല്ലാം ഈ റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 50, ഏകദേശം ഒരു 75 മീറ്റർ മാത്രം നടന്നാൽ മതി. ഞാൻ ഈ റിസോർട്ട് എന്ന് പറയുന്നതല്ലാണ്ട് ഇതേതാ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ ഇത് തിരുനെല്ലി, വയനാട് തിരുനെല്ലീൻ്റെ അടുത്തുള്ള ദി ക്ലോവ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. ബാക്കിയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ താഴെ ഞാനിങ്ങനെ എഴുതി കാണിക്കാം. അപ്പം അങ്ങനെ നടന്ന് വന്നിട്ട് ഗ്രീൻ ടീ കുടിച്ച് കുറച്ച് നേരം റൂമിൽ പോയി കിടന്നുറങ്ങി. രാത്രി ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ രാത്രി കഴിക്കാനുള്ളത് ചിക്കൻ ഉണ്ട്, ദാൽ തഡ്കി ഉണ്ട്, പനീർ മട്ടർ ഉണ്ട്, പിന്നെ ഫിഷിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ 3 ടൈപ്പ് റൈസ് ഉണ്ട് കേട്ടോ. ഒന്ന് ലെമൺ റൈസ് ഉണ്ട്, പിന്നെ വേറൊരു പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസ് ഉണ്ട്, പിന്നെ നോർമൽ സ്റ്റീംഡ് റൈസും ഉണ്ട്, ബസ്മതി റൈസിൻ്റെ വരുന്ന. പിന്നെ പൊറോട്ടയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ്റെ വേറൊരു ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ഉണ്ട്, ഫിഷിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഒരു കൗണ്ടർ, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും വരുന്ന ഒരു സാലഡ് കൗണ്ടറും ഉണ്ട്.
വയനാട്ടിലെ ബാക്കിയുള്ള റിസോർട്ട്സ് വെച്ച് നോക്കുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ രാത്രി ഡിന്നറിന് ഇവിടെ കഴിക്കാൻ. പിന്നെ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്തവിടെ പോയി ഇരുന്ന് സീറ്റെല്ലാം പിടിച്ചിട്ട് പിന്നെ പ്ലേറ്റുമായിട്ട് ഞാൻ ബുഫേ കൗണ്ടറിൽ പോയിട്ട് കുറച്ച് ചിക്കൻ കറി എടുത്ത് ആദ്യം. അതിന് മുമ്പേ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ഫിഷിൻ്റെ ഒരു ഡ്രൈ ആയിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദാൽ തഡ്ക ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ പനീർ മട്ടർ ഒഴിച്ച് ഉച്ചക്ക് കുറച്ച് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സാധാരണ നടക്കുന്നതിനേക്കാൾ കുറച്ച് ദൂരം നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു രാത്രി ഒരു 7:30 ആകുമ്പം തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങുകയും ചെയ്തിന്. അപ്പം അങ്ങനെ ഐറ്റംസ് എല്ലാം കുറച്ചെടുത്തിട്ട് ആ പ്ലേറ്റുമായിട്ട് ഞാൻ മെല്ലെ എൻ്റെ ടേബിളിൻ്റെ അവിടെ പോയി ഇരുന്നേ. റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഭയങ്കര തിക്കും തിരക്കൊന്നുമില്ല. പിന്നെ 7:30 8 മണി ആയിട്ടല്ലേ ഉള്ളൂ. ഒരു 9:30 എല്ലാം ആകുമ്പോൾ പോലും കുറേ ആളുകളെല്ലാം വന്ന് കഴിക്കുക. അനക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ റൂമിലിരുന്നിട്ട്. ഇതെല്ലാം തന്നെയല്ലേ നമ്മളെ പരിപാടി. അപ്പോൾ അങ്ങനെ ആദ്യം കുറച്ച് സൂപ്പ് കുടിച്ചിട്ടാണ് തുടങ്ങിയത്. അതിന് ശേഷം ചപ്പാത്തിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ചപ്പാത്തിയും കുറച്ച് പനീറും കൂടെ കൂട്ടി അങ്ങോട്ട് കുടിച്ച്. പിന്നെ പതുക്കെ ഈ ഫ്രൈഡ് ഫിഷ് കഴിച്ച്. സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ ഓയിലിൻ്റെ ഫ്ലേവറൊന്നുമില്ല. പിന്നെ ഫിഷ് ഫ്രോസൺ ആണ്. എനിക്കിഷ്ടപ്പെട്ടിന്. ഒറ്റയ്ക്ക് ഇതേപോലെയുള്ള റിസോർട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് സ്ട്രെസ്സും ടെൻഷനും എല്ലാം മാറ്റി വെച്ചിട്ട് പതുക്കെ ആരാംസെ ഇങ്ങനെ ഓരോ പ്ലേറ്റായിട്ട് എടുത്ത് പോയിട്ട് ബുഫേ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു 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 തരം ലഹരിയുണ്ട്. അത് ഇങ്ങക്കൊരിക്കലും ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാലോ അല്ല കപ്പിൾസായിട്ട് വന്നു കഴിഞ്ഞാലോ അല്ല ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലോ കിട്ടൂല. ഒരിക്കലും കിട്ടൂല. അത് അത് നമ്മളെ ഉള്ളിലേക്കൊരു ഒരു പ്രത്യേകതരം ഒരു ഒരു കൈൻഡ് ഓഫ് എനർജി ഇങ്ങനെ കയറ്റും. അത് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആക്കും. അപ്പം അങ്ങനെ ബുഫേ ഐറ്റംസ് എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ള 2, 3 ഐറ്റംസ് കൊണ്ട് തന്നിന്. അതിൽ ഒന്നാണ് ആദ്യം കണ്ടത് ആ കാന്താരി ചെമ്മീൻ കേട്ടോ. ആ ചെമ്മീൻ ഫ്രോസൺ ആണ്. പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. പെർഫെക്റ്റ് ബാലൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിയുണ്ട്. അതും കഴിച്ച് നോക്കി. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ചപ്പാത്തിയും കുറച്ച് റൈസും ആണേ. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ടേബിളിൽ ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആളുകളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഉണ്ട് ഇങ്ങനെ നോക്കുന്നു. ഞാൻ ലൈറ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്ന കണ്ടിട്ട് ഇവൻ ഏതടാ എന്നുള്ള രീതിയിൽ. ഞമ്മക്കല്ലേ അറിയൂ നമ്മളെ ഒരു ആ ഒരു സാധനം ഏത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം ഫോണെല്ലാം നോക്കിയിരുന്ന ശേഷം പിന്നെ ഡെസേർട്ട് കൗണ്ടറിലേക്ക് പോയി. ഡെസേർട്ട് കൗണ്ടറിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നത് കസ്റ്റേർഡാണ്. നല്ല അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള കസ്റ്റേർഡും വെനില ഐസ്ക്രീമും. അപ്പോൾ ആ കസ്റ്റേർഡിൻ്റെ മേലെ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീം ഇട്ടിട്ട് രണ്ടും നല്ലോണം കണ്ടാ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഞാൻ കഴിച്ചേ. ഉഫ് അടിപൊളിയേനു കേട്ടാ. പിന്നെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിട്ട് ഒന്നും കൂടെ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ടൊരു അരമണിക്കൂർ ഇങ്ങനെ നടന്ന് പിന്നെ പ്ലേ ഏരിയയിലെല്ലാം പോയാലും കുറച്ച് കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അവരോടെല്ലാം കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് ഒന്ന് റിസപ്ഷൻ അങ്ങോട്ടെല്ലാം പോയിട്ട് വീണ്ടും തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് 7:30ക്കാണ് ബുഫേ സ്റ്റാർട്ടാവുക. അപ്പോൾ എണീച്ച് പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുഖമെല്ലാം കഴുകി ബ്രഷെല്ലാം ചെയ്ത ശേഷം നേരെ അപ്പാടന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും വെച്ച് പിടിച്ച്. പുഴുങ്ങിയ മുട്ട, പാൻ കേക്ക്, നല്ല ചൂട് പുട്ട്, പുട്ടിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചടിക്കാനായിട്ട് കള്ളക്കക്കറി, ഇഡ്ഡലിയുണ്ട്, ഇഡ്ഡലീൻ്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് സാമ്പാറുണ്ട്, ബാജിയുണ്ട്, ബാജീൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കാനായിട്ട് പൂരിയുണ്ട്, പിന്നെ ഇഡ്ഡലീൻ്റെയും ദോശേൻ്റെയെല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് തേങ്ങാച്ചട്നിയും തക്കാളി ചട്നിയും ഉണ്ട് കേട്ടോ. പിന്നെ ജ്യൂസുണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സിൽ വാട്ടർമെലോൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ ഗ്രീൻ പീസും ക്യാരറ്റെല്ലാം ആയിട്ട് വെജീസ് ഉണ്ട്, പിന്നെ കപ്പ് കേക്ക് ഉണ്ട്, മഫിൻസ് ഉണ്ട്, വീറ്റ് ബ്രെഡ് ഉണ്ട്, മൈദ ബ്രെഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ബട്ടർ ഉണ്ട്, ജാമുണ്ട്, ഹണി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ദോശ കൗണ്ടർ ഉണ്ട്. അവിടെ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സെറ്റ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഓംലേറ്റ് കൗണ്ടറുണ്ട്. അവിടുന്നും കുറച്ച് വെറൈറ്റീസ് ഓഫ് ഓംലേറ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റുമായിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കുറച്ച് കടലക്കറി എടുത്ത് ഒരു കഷ്ണം പുട്ടെടുത്ത് ഒരു ചെറിയ ഊത്തപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു സിംഗിൾ ഓംലേറ്റും വെച്ചോന്ന് പറഞ്ഞ് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഞാൻ പതുക്കെ പോയിട്ട് എൻ്റെ ടേബിളിൽ അടയിരുന്നേ. എന്നിട്ട് അധികം ആരും ട്രൈ ചെയ്യാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോമ്പിനേഷൻ കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ചൂട് ഊത്തപ്പം വൺ സൈഡ് ഓംലേറ്റും കൂടെ ചേർത്ത് കഴിച്ച് തുടങ്ങി. സംഭവം കൊള്ളാം കേട്ടോ. ടേസ്റ്റ് ഉണ്ട് ആ ഒരു കോമ്പിനേഷൻ. അതിന് ശേഷം പിന്നെ പുട്ടാട പൊടിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കടലക്കറി അങ്ങോട്ട് ഒഴിച്ചത്. നല്ല തേങ്ങ കൊത്തെല്ലാം ഇട്ടിട്ടുള്ള കടലക്കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
കറക്റ്റ് ഉപ്പെല്ലായിട്ട് കറക്റ്റ് ഒരു ചെറിയൊരു എരിവെല്ലായിട്ടുള്ളൊരു ഒരു ഒരു കടലക്ക കറി, പിന്നെ പുഴുങ്ങിയ മുട്ട കഴിച്ച്. അതിന് ശേഷം നെക്സ്റ്റ് പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ച്. ഒരു 3, 4, 5 സ്പൂൺ ബത്തക്ക എടുത്ത്, അത്ര തന്നെ പൈനാപ്പിൾ എടുത്ത്, ഗ്രീൻ പീസ് എടുത്ത്, പിന്നെ പേർപ്പിൾ ക്യാബേജും ക്യാരറ്റും പേർപ്പിൾ ക്യാബേജെല്ലാം എടുത്തിട്ട് അത് കഴിക്കുന്നതിനിടയ്ക്ക് നമ്മളെ ചങ്ങായിമാരെത്തി. അവരൊരു 3, 4, 5 ആൾക്കാരുണ്ട്. ലേശം ഫുഡ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്കാർ കാണാണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം എടുത്തിട്ട് അവരങ്ങോട്ട് പോയി. പിന്നെ ബ്രെഡും ഓംലേറ്റും ബട്ടറും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച്. നല്ല ഓംലേറ്റ് ആയിരുന്നേ. ഇത് രണ്ടാമത്തെ ഓംലേറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബുഫേക്കെല്ലാം പോകുന്ന സമയത്ത് ഞാൻ പിന്നെ പൊതുവേ ഒരു ദയാദാക്ഷിണ്യമൊന്നും കാണിക്കാത്ത ഒരാളാണ്. പരമാവധി കഴിച്ചങ്ങോട്ട് മൊതലാക്കും. ഒരുമാതിരി ശത്രുവിനോട് പെരുമാറുന്ന പോലെയാ. അങ്ങനെ കുറേ ഐറ്റംസ് കഴിച്ച് പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസും ഓർഡർ ചെയ്തിട്ട് അതും കുടിച്ച്. എന്നിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ മെല്ലെ അങ്ങോട്ട് എണീച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് തിരക്കായിന് കേട്ടാ. അതിന് ശേഷം ഞാൻ പിന്നെയും ഒന്നും കൂടെ ഈ പ്രോപ്പർട്ടി രാവിലെ തന്നെ ഒന്ന് നടന്ന് കണ്ട്. ഈ പൂളിൻ്റെ അവിടെയെല്ലാം വേറെ തന്നെ ഒരു ആംബിയൻസാണ് രാവിലെ കാണാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സ്ഥലമുണ്ട്. ഒരു സ്ട്രീം പോലെ. ഇവിടെയെല്ലാം വേണമെങ്കിൽ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് തരുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു, "ഞാൻ ഇവിടുത്തെ നോർമൽ റൂംസ് ഒന്ന് കാണിച്ചു തരാമെന്ന്" പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ നോർമൽ റൂം. ഞാൻ താമസിച്ചത് മറ്റേ കോട്ടേജ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തും ഇങ്ങനത്തെ ഈ സിറ്റ് ഔട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ വേറൊരു ടൈപ്പ് വ്യൂ ആണ്. എൻ്റെ അവിടെ കുറച്ചുകൂടെ ഒരു കാടിൻ്റെ അങ്ങനത്തെ വ്യൂ ആണ്. എന്നിട്ട് ഞാൻ തിരിച്ചെൻ്റെ കോട്ടേജിലേക്ക് പോകുമ്പോൾ എൻ്റെ സിറ്റ് ഔട്ട് കാണുന്ന കാഴ്ചയാ ഇത്. ആദ്യം വിചാരിച്ച് ഇവർ ഒരു 2, 3 ആൾക്കാരേ ഉള്ളൂന്ന്. 2, 3 ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഒരു 10, 12 ആൾക്കാർ വന്നിന്. ഫുൾ ടീമായിട്ട്. ഞാൻ തലേ ദിവസം കഴിച്ച സാലഡിൻ്റെ പ്ലേറ്റില്ലേ, അതാട്ന്ന് മാറ്റാൻ വിട്ടുപോയി. അതിൻ്റെ അകത്ത് 2, 3 കക്കിരിയും ക്യാരറ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നയാ അക്കൂറ് ടീമായിട്ട്. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ആംബിയൻസാ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരുന്നതാണെങ്കിൽ പോലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എനക്കെന്തായാലും പറ്റീന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാനേജർ. പിന്നെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അവരെ വക ചെറിയൊരു കോഫി മഗ്ഗെല്ലാം ഉണ്ടായിരുന്നു എനിക്കൊരു ഗിഫ്റ്റായിട്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ പതുക്കെ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. നമ്മളെ വയനാട് തിരുനെല്ലി ടെമ്പിളിന് തൊട്ടടുത്തായിട്ടുള്ള ദി ക്ലോവ് റിസോർട്ടാണ്. ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് ലൊക്കേഷൻ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടെല്ലാം ഉണ്ട് എന്നാണ് ഇതിൻ്റെ GM പറഞ്ഞത്. അതിനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിത് ഇവിടെ താഴെ കൊടുക്കാം. ആകെ ഒരൊറ്റ ദിവസം മാത്രമായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ എന്തോ ചെറിയൊരു സങ്കടം ഉണ്ടേനു. അപ്പോൾ ശരി.